ഹലോ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ ദ ലിവിങ് വേൾഡ് ആണ്. ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ചാപ്റ്ററാണ് ദ ലിവിങ് വേൾഡ്. അപ്പോൾ നമുക്ക് കണ്ടൻസ് എന്താ നോക്കാം. വാട്ട് ഈസ് ലിവിങ്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിങ് ഓർഗാനിസംസ്. ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡ്. അതിൽ തന്നെ വരുന്നതാണ് ബയോഡൈവേഴ്സിറ്റി, നോമൻക്ലേച്ചർ, ബൈനോമിയൽ നോമൻക്ലേച്ചർ. പിന്നെ ടോപ്പിക്കാണ് ടാക്സോണമിക് കാറ്റഗറീസ് ആൻഡ് ലാസ്റ്റ് ടോപ്പിക് ടാക്സോണമിക് എയ്ഡ്സ്. അപ്പോൾ നമുക്ക് ഓരോ ടോപ്പിക്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ടോപ്പിക് വാട്ട് ഈസ് ലിവിങ്. എന്താണ് ലിവിങ് എന്നുള്ളതാണ് നമ്മളിതിൽ പറയുന്നത്. ലിവിങ് മീൻസ് ഹാവിങ് ലൈഫ് ഓർ ബീങ് എലൈവ്. ജീവനുള്ളതോ അല്ലെങ്കിൽ ജീവിക്കുന്നതോ ആയതിനെയാണ് നമ്മൾ ലിവിങ് എന്ന് പറയുന്നത്. ലിവിങ് തിങ്സ് ആർ സംതിങ് ദാറ്റ് ക്യാരി ഔട്ട് സം എസെൻഷ്യൽ ഫീച്ചേഴ്സ്. ഓരോ ലിവിങ് തിങ്സിനും അവരുടേതായ ഓരോ എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ടാവും. ദേ ആർ മേഡപ്പ് ഓഫ് സെൽസ് ആൻഡ് ക്യാരി ഔട്ട് വേരിയസ് സെല്ലുലാർ ആക്ടിവിറ്റീസ്. അതായത് ലിവിങ് തിങ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് സെൽസ് വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ വേരിയസ് സെല്ലുലാർ ആക്ടിവിറ്റീസ് അവർ ക്യാരി ഔട്ട് ചെയ്യും. അപ്പം നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിങ് ഓർഗാനിസം. അതിൽ പറയുന്നത് ലിവിങ് ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇതിൽ വരുന്നതാണ് ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, മെറ്റബോളിസം, സെല്ലുലാർ ഓർഗനൈസേഷൻ, കോൺഷ്യസ്നെസ്. ഇനി നമുക്കിതിൽ ഓരോ ക്യാരക്ടേഴ്സും ഡീറ്റെയിൽ ആയി നോക്കാം. ഫസ്റ്റ് വൺ, ഗ്രോത്ത്. ഗ്രോത്തിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓവറോൾ ഇൻക്രീസ് ഇൻ മാസ് ഓർ സൈസ് ഓഫ് ടിഷ്യൂ ഓർ ഓർഗാനിസം ഓർ ഇറ്റ്സ് പാർട്സ് ഈസ് കോൾഡ് ഗ്രോത്ത്. അതായത് ഓവറോൾ ആയിട്ടുള്ള മാസിലോ സൈസിലോ വരുന്ന ഇൻക്രീസ്, ടിഷ്യൂസിൽ, ഓർഗൻസിൽ അല്ലെങ്കിൽ പാർട്സിൽ ഉണ്ടാകുന്ന മാസിൻ്റെ സൈസിൻ്റെ ഇൻക്രീസിനെയാണ് നമ്മൾ ഗ്രോത്ത് എന്ന് പറയുക. ഇൻക്രീസ് ഇൻ മാസ് ആൻഡ് ഇൻക്രീസ് ഇൻ നമ്പർ ആർ ദ ട്വിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രോത്ത്. ദിസ് ഈസ് ആൻ ഇർറിവേഴ്സിബിൾ പെർമനൻറ്റ് ഇൻക്രീസ് ഓൺ size of the organ or its part or even of an individual cell. ഇൻക്രീസ് ഇൻ മാസ്, അതായത് മാസിലുള്ള ഇൻക്രീസും ഇൻക്രീസ് ഇൻ നമ്പറിലുള്ള ഇൻക്രീസുമാണ് ഗ്രോത്തിൻ്റെ ട്വിൻ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു ഇർറിവേഴ്സിബിൾ പ്രോസസ്സാണ്. അതായത് ഇത് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. പെർമനൻ്റ് ആയിട്ടുള്ള ചേഞ്ച് ആയിരിക്കും ഈ ഇൻക്രീസ് ഇൻ സൈസിലും മസിലും ഉണ്ടാവുക. ഓക്കെ, അതാണ് ഗ്രോത്തിൽ പറയുന്നത്. നെക്സ്റ്റ് ക്യാരക്ടറാണ് റീപ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ഇൻഡിവിജ്വൽ ഓർ പ്രോജനി ഈസ് കോൾഡ് ആസ് റീപ്രൊഡക്ഷൻ. ഒരു പുതിയൊരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു യങ് ബേബി ഉണ്ടാവുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. റീപ്രൊഡക്ഷൻ ഇൻ കേസ് ഓഫ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ഈസ് പ്രൊഡക്ഷൻ ഓഫ് പ്രോജനി പ്രോസസ്സിംഗ് ഫീച്ചേഴ്സ് മോർ ഓർ ലെസ് സിമിലർ ടു ദോസ് പാരൻസ്. മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൻ്റെ കേസിൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പാരൻസിന് സിമിലർ ആയിട്ടുള്ള പ്രോജനീസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ്. Reproduction in case of unicellular organism like bacteria, unicellular algae or amoeba is increase in number of cells. Means in unicellular organism, the growth and reproduction are synonyms or same. ഇനിയിപ്പോൾ യൂണിസെല്ലുലർ ഓർഗാനിസം ആയ ബാക്ടീരിയ, ആൽഗെ, അമീബ ഇതിൻ്റെയൊക്കെ കേസ് നോക്കുകയാണെങ്കിൽ അതിൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇൻക്രീസ് നമ്പർ ഓഫ് സെല്ലാണ്. അതുകൊണ്ട് തന്നെ അവരിലൊക്കെ നമുക്ക് ഗ്രോത്തും റീപ്രൊഡക്ഷനും സെയിം ആണെന്ന് തന്നെ പറയാം. അടുത്ത ക്യാരക്ടറാണ് മെറ്റബോളിസം. ടോട്ടൽ ഓഫ് all the chemical reaction occurring in our body is metabolism. All organisms, both unicellular as well as multicellular, exhibit metabolism. No non-living object show metabolism. It is a defining property of life. അതായത് നമ്മുടെ ബോഡിയിൽ ഒക്കർ ചെയ്യുന്ന കെമിക്കൽ റിയാക്ഷത്തിൻ്റെ ഓൾ സമ്മിനെയാണ് നമ്മൾ മെറ്റബോളിസം എന്ന് പറയുന്നത്. മൾട്ടി സെല്ലുലാർ ആയാലും യൂണിസെല്ലുലാർ ആയാലും ഏത് ഓർഗാനിസും മെറ്റബോളിസം ഷോ ചെയ്യും. ലിവിങ് അല്ലാത്ത, അതായത് നോൺ ലിവിങ് ഒബ്ജക്റ്റിന് മെറ്റബോളിസം എന്നുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ മെറ്റബോളിസം നമുക്ക് ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലൈഫ് എന്ന് പറയാം. അടുത്ത പ്രോപ്പർട്ടിയാണ് സെല്ലുലാർ ഓർഗനൈസേഷൻ. സെൽ ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. ഓൾ ഓർഗാനിസം ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ്. സം ആർ കമ്പോസ്ഡ് ഓഫ് സിംഗിൾ സെൽ ആൻഡ് ആർ കോൾഡ് യൂണിസെല്ലുലാർ ഓർഗാനിസം, വൈൽ അതർ ആർ കമ്പോസ്ഡ് ഓഫ് മെനി സെൽ ആൻഡ് കോൾഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. സെൽ എന്ന് പറയുന്നത് ഒരു ലിവിങ് ബീയിൻ്റെ ബേസിക് യൂണിറ്റ് ആണ്. എല്ലാ ഓർഗാനിസവും സെല്ലുകൊണ്ടാണ് മെയ്ഡപ്പ് ആയിരിക്കുന്നത്. ചില ഓർഗാനിസത്തിൽ സിംഗിൾ സെൽ മാത്രമേ കാണുള്ളൂ. അവർ നമ്മൾ യൂണിസെല്ലുലർ ഓർഗാനിസം എന്ന് പറയും. അതേസമയം ഒരുപാട് സെൽസ് ഉള്ള ഓർഗാനിസത്തിന് നമ്മൾ മൾട്ടി സെല്ലുലർ ഓർഗാനിസം എന്നും പറയും. ആൻഡ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ലിവിങ് ഓർഗാനിസത്തിലെ ലാസ്റ്റ് പ്രോപ്പർട്ടിയാണ് കോൺഷ്യസ്നെസ്. എബിലിറ്റി ടു സെൻസ് ദ സറൗണ്ടിങ് എൻവയോൺമെൻറ്റ് ആൻഡ് റെസ്പോണ്ട് ടു ദീസ് എൻവയോൺമെൻറ്റ് സ്റ്റിമുലൈ ഈസ് കോൾഡ് കോൺഷ്യസ്നെസ്. അതായത് സറൗണ്ടിങ്ങിലുള്ള എന്ത് നടക്കുന്നതിന് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതിന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കോൺഷ്യസ്നെസ് എന്ന് പറയുക. ദിസ് ഈസ് ദ മോസ്റ്റ് ഒബ്വിയസ് ആൻഡ് ടെക്നിക്കലി കോംപ്ലിക്കേറ്റഡ് ഫീച്ചേഴ്സ് ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസം.
എല്ലാ ലിവിങ് ഓർഗാനിസത്തിൻ്റെ കേസിലും ഏറ്റവും കൂടുതൽ ടെക്നിക്കായിട്ട് നടക്കേണ്ടതും ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് ഫീച്ചറാണ് കോൺഷ്യസ്നസ്. വി സെൻസ് ദീസ് ഫിസിക്കൽ, കെമിക്കൽ ഓർ ബയോളജിക്കൽ സ്റ്റിമുലൈ ത്രൂ അവർ സെൻസ് ഓർഗൻസ്. നമുക്കറിയാം, നമുക്ക് സെൻസ് ഓർഗൻസ് ഉണ്ട്. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്റ്റിമുലൈക്ക് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി സെൻസ് ചെയ്യുന്നത്. പ്ലാന്റ്സ് ഓൾസോ സെൻസ് ആൻഡ് റെസ്പോണ്ട് ടു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ലൈക്ക് വാട്ടർ, ലൈറ്റ്, ടെമ്പറേച്ചർ, അതർ ഓർഗാനിസം, പൊല്യൂട്ടൻറ്റ് എക്സെട്ര. ആനിമൽസിനെ പോലെ തന്നെ പ്ലാന്റ്സിനും എക്സ്റ്റേണൽ ഫാക്ടേഴ്സായ ലൈറ്റ്, വാട്ടർ, ടെമ്പറേച്ചർ, പൊല്യൂട്ടൻസ് ഇതിനൊക്കെ റെസ്പോണ്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത്രയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിങ് ഓർഗാനിസത്തിൽ വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡ്. ഇതിലെന്താ പറയുന്നത് വെച്ചാൽ എന്താണ് ബയോഡൈവേഴ്സിറ്റി എന്നും എത്രയാണ് നമ്മുടെ ബയോഡൈവേഴ്സിറ്റിൻ്റെ റേഞ്ച് എന്നുമാണ്. ദ നമ്പർ ആൻഡ് ടൈപ്സ് ഓഫ് ഓർഗാനിസം പ്രസൻറ്റ് ഓൺ ദ എർത്ത് ഈസ് കോൾഡ് ബയോഡൈവേഴ്സിറ്റി. നമ്മുടെ എർത്തിൽ കാണുന്ന ഓർഗാനിസത്തിൻ്റെ നമ്പറും ടൈപ്പിനൊക്കെയാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. നമ്പർ ഓഫ് സ്പീഷീസ് ദാറ്റ് നോൺ ആൻഡ് ഡിസ്ക്രൈബ്ഡ് റേഞ്ച് ആർ ബിറ്റ്വീൻ 1.7 to 1.8 മില്യൺ. നമ്മുടെ എർത്തിൽ ഇതുവരെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് സ്പീഷീസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 1.8 to 1.7, അതായത് 1.7 to 1.8 മില്യൺ ആണ്. ഇതിൽ വരുന്ന അടുത്ത ടോപ്പിക്കാണ് സിസ്റ്റമാറ്റിക്സ്. സിസ്റ്റമാറ്റിക്സ് ഇസ് ദ സ്റ്റഡി ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഓർഗാനിസംസ് ആൻഡ് ദെയർ ഡൈവേഴ്സിറ്റി ആൻഡ് ഓൾസോ ദ റിലേഷൻഷിപ്പ് എമംഗ് ദം. അതായത് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഓർഗാനിസംസും അവരുടെ ഡൈവേഴ്സിറ്റി ഉണ്ടെന്നുള്ളതും അവർ തമ്മിലുള്ള റിലേഷൻസിനൊക്കെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക്സിലൂടെ സ്റ്റഡി ചെയ്യുന്നത്. സിസ്റ്റമാറ്റിക്സ് എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്ത് വന്ന ഒരു ലാറ്റിൻ വേർഡ് സിസ്റ്റമ എന്നുള്ളതാണ്. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് അറേഞ്ച്മെൻറ്റ് ഓഫ് ഓർഗാൻസ് എന്നാണ്. ലിനേഴ്സ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് സിസ്റ്റമെ നാച്ചുറൽ എന്നുള്ള ടൈറ്റിൽ യൂസ് ചെയ്തത് ഫസ്റ്റായിട്ട്. ദ സ്കോപ്പ് ഓഫ് സിസ്റ്റമാറ്റിക്സ് വാസ് ലേറ്റർ എൻലാർജ്ഡ് ടു ഇൻക്ലൂഡ് ഐഡൻറ്റിഫിക്കേഷൻ, നോമെൻക്ലേച്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻ. അതായത് ഈ സിസ്റ്റമാറ്റിക്സിൻ്റെ സ്കോപ്പ് പിന്നീട് ഡെവലപ്പ് ചെയ്ത് അതിൽ നോമെൻക്ലേച്ചറും ഐഡൻറ്റിഫിക്കേഷനും ക്ലാസിഫിക്കേഷനും എല്ലാം ഇൻക്ലൂഡ് ചെയ്തു. അടുത്തൊരു മെയിൻ പോയിൻ്റാണ് സിസ്റ്റമാറ്റിക്സ് ടേക്സ് ഇൻ ടു ദ അക്കൗണ്ട് ഓഫ് എവല്യൂഷണറി റിലേഷൻഷിപ്സ് എമംഗ് ഓർഗാനിസംസ്. അതായത് ഓർഗാനിസം തമ്മിലുള്ള അവരുടെ എവല്യൂഷനും എവല്യൂഷണറി ഹിസ്റ്ററിയും എവല്യൂഷണറി റിലേഷൻഷിപ്സൊക്കെ സിസ്റ്റമാറ്റിക്സ് നോട്ട് ചെയ്യാറുണ്ടായിരുന്നു. ഈ ചാപ്റ്ററിലെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ടാക്സോണമി. ടാക്സോണമി എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ബേസ്ഡ് ഓൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓൾ ലിവിങ് ഓർഗാനിസം ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറെൻറ്റ് ടാക്സ. ദിസ് പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ് ടാക്സോണമി. ഓർഗാനിസത്തിന് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച് ഡിഫറെൻറ്റ് ക്ലാസ്, അതായത് ഡിഫറെൻറ്റ് ടാക്സ ആക്കി മാറ്റിയിട്ടുണ്ട്. അതിനാണ് നമ്മൾ ടാക്സോണമി എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ സ്ട്രക്ചർ അലോങ് വിത്ത് ദ സ്ട്രക്ചർ ഓഫ് സെൽ, ഡെവലപ്മെൻറ്റൽ പ്രോസസ് ആൻഡ് എക്കോളജിക്കൽ ഇൻഫർമേഷൻ ഓഫ് ഓർഗാനിസം ആർ എസെൻഷ്യൽ ആൻഡ് ഫ്രം ദ ബേസിസ് ഓഫ് മോഡേൺ ടാക്സോണമിക് സ്റ്റഡീസ്. എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സും ഇൻറ്റേർണൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സും അവരുടെ എക്കോളജിക്കൽ ഇൻഫർമേഷനും ഡെവലപ്മെൻറ്റൽ പ്രോസസ്സും എല്ലാം ഈ ടാക്സോണമിക് സ്റ്റഡീസിൻ്റെ ഒരു ബേസിസാണ്. പിന്നെ ടാക്സോണമിൻ്റെ ഡിഫറെൻറ്റ് പ്രോസസ്സസാണ് ക്യാരക്ടറൈസേഷനും ഐഡൻറ്റിഫിക്കേഷനും ക്ലാസിഫിക്കേഷനും നോമൻക്ലേച്ചറും. ഇനി എന്താണ് ആ ബേസിക് കാര്യങ്ങൾ ടാക്സോണമിൻ്റെ എന്നുള്ളത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റത്തെയാണ് ക്യാരക്ടറൈസേഷൻ. ക്യാരക്ടറൈസേഷൻ ഈസ് ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ക്യാരക്ടേഴ്സ് ഓഫ് ഓർഗാനിസം such as internal and external structure of cell, developmental processes, ecological information. അതായത് ഓരോ ഓർഗാനിസത്തിൻ്റെയും ക്യാരക്ടേഴ്സ് മനസ്സിലാക്കുക, അതാണ് ഈ ക്യാരക്ടറൈസേഷൻ. പിന്നീട് വരുന്ന ഐഡൻറ്റിഫിക്കേഷൻ. ഐഡൻറ്റിഫിക്കേഷൻ ഈസ് ഓൺലി പോസിബിൾ ആണ് എന്തിന്? നോമൻക്ലേച്ചറിൽ. നോമൻക്ലേച്ചർ പോസിബിൾ ആവുക ഈ ഓർഗാനിസത്തിനെ കറക്റ്റായി അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ ഓർഗാനിസമായി അറ്റാച്ച് ചെയ്യുമ്പോഴാണ്. പിന്നീട് വരുന്നതാണ് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓരോ ഓർഗാനിസത്തിൻ്റെയും കൺവീനിയൻറ്റ് കാറ്റഗറീസ് അല്ലെങ്കിൽ കൺവീനിയൻറ്റ് ടാക്സ എന്ന് പറയും, അതിലേക്ക് ഗ്രൂപ്പിംഗ് ചെയ്യുന്നതിനാണ്. പിന്നെ ഈ എല്ലാത്തിൻ്റെയും ബേസിസിലാണ് നമ്മൾ ഈ ഓർഗാനിസത്തിന് നമ്മൾ നോമൻക്ലേച്ചർ, അതിൽ നെയിം കൊടുക്കുന്നത്, നെയിമിംഗ് നടത്തുന്നത്. അതാണ് ഈ ടാക്സോണമിൻ്റെ ഫൈനൽ സ്റ്റെപ്പ്. നോമൻക്ലേച്ചർ എന്താണെന്ന് നോക്കാം. അപ്പോൾ നോമൻക്ലേച്ചർ, it is the providing of standardized name to the organism such that a particular organism is known by the same all over the world. അതായത് ഈ വേൾഡിൽ മൊത്തമായിട്ട് ഒരു ഓർഗാനിസത്തിന് ഒരേ ഒരു പേര് വെച്ചിട്ട് എങ്ങനെ ഡിനോട്ട് ചെയ്യാം എന്നുള്ളതിനാണ് നമ്മൾ ഈ നോമൻക്ലേച്ചർ യൂസ് ചെയ്യുന്നത്. അതായത് എല്ലാ ഓർഗാനിസത്തിനും ഓരോരോ സ്പെസിഫിക് നെയിം ഉണ്ടാവും, അത് ഓൾ ഓവർ ദ വേൾഡ് സെയിം ആയിരിക്കും. അതിനാണ് നമ്മൾ നോമൻക്ലേച്ചർ യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ നമ്മൾ പ്ലാന്റ്സിനെ നെയിം ചെയ്യുന്നതിന് ഒരു ഇൻ്റർനാഷണൽ കമ്പനി ഉണ്ട്. അത് നോക്കുന്നത് ICBN, ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചർ ആണ്. ഇനി ആനിമൽസിൻ്റെ കേസിലാണെങ്കിൽ ഇൻ്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ നോമൻക്ലേച്ചർ,
ICZN ആണ് അത് നോക്കുന്നത്. ബൈനോമിയൽ നോമൻക്ലേച്ചർ ആണ് ഈ നോമൻക്ലേച്ചറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്. ഈ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്താണെന്ന് നമുക്ക് നോക്കാം. ബയോളജിസ്റ്റ് ഫോളോ യൂണിവേഴ്സലി അക്സെപ്റ്റ് പ്രിൻസിപ്പിൾ ടു പ്രൊവൈഡ് സയൻറ്റിഫിക് നെയിം ടു ദ നോൺ ഓർഗാനിസം. അതായത് ഈ ഓർഗാനിസത്തിനെല്ലാം പേര് കൊടുക്കാൻ വേണ്ടി ബയോളജിസ്റ്റ് എല്ലാവരും യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ് യൂസ് ചെയ്യുക. അത് പ്രകാരം ഓരോ സയൻറ്റിഫിക് നെയിമിനും 2 കോമ്പണൻസ് ഉണ്ടെന്നാണ് പറയുന്നത്, ജനറിക് നെയിമും സ്പെസിഫിക് എപ്പിത്തറ്റും. അങ്ങനെ 2 കോമ്പണൻസ് വെച്ച് നെയിം ചെയ്യുന്നതാണ് നമ്മൾ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുക. സിസ്റ്റം ഓഫ് പ്രൊവൈഡിങ് എ നെയിം വിത്ത് 2 കോമ്പണൻസ് ഈസ് കോൾഡ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. ഈ നെയിമിംഗ് സിസ്റ്റം ഗിവൺ, അതായത് ദിസ് നെയിമിംഗ് സിസ്റ്റം ഗിവൺ ബൈ കാൾ ലിനേയസ് ആണ് ഈ നെയിമിംഗ് സിസ്റ്റം ഐഡൻറ്റിഫൈ ചെയ്ത് പിന്നീട് ഇത് മൊത്തം ലോകത്തിലും യൂസ് ചെയ്യാൻ തുടങ്ങി. നെക്സ്റ്റ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് യൂണിവേഴ്സൽ റൂൾസ് ഓഫ് നോമൻക്ലേച്ചർ. എന്തായാലും പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. 4 യൂണിവേഴ്സൽ റൂൾസാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. അതെന്തായാലും പഠിച്ചു വയ്ക്കുക. അതെന്തൊക്കെയാണെന്ന് പറയുന്നത് വെച്ചാൽ, ബയോളജിക്കൽ നെയിംസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത് ലാറ്റിനാണ്, അതായത് ലാറ്റിൻ ഒറിജിൻ ഉണ്ടാവും. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ബയോളജിക്കൽ നെയിമിൽ ഫസ്റ്റ് വേർഡ് ജീനസും സെക്കൻഡ് വേർഡ് സ്പീഷീസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്താ വെച്ചാൽ, ബോത്ത് വേർഡ്സ് ഇൻ ബയോളജിക്കൽ നെയിം, അതായത് നമ്മൾ സയൻറ്റിഫിക് നെയിം അല്ലെങ്കിൽ ബയോളജിക്കൽ നെയിമിലെ 2 വേർഡ്സ് നമ്മൾ എഴുതുന്ന സമയത്ത് ഹാൻഡ് റിട്ടൺ ആണെങ്കിൽ സെപ്പറേറ്റ്ലി അണ്ടർലൈൻ ചെയ്യണം. ഇനി പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റാലിക്സ് എന്നുള്ള ഫോണ്ടിൽ പ്രിൻറ്റ് ചെയ്യണം. ഇത് എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെച്ചാൽ അവരെ ലാറ്റിൻ ഒറിജിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റത്തെ, അതായത് 4ാമത്തെ യൂണിവേഴ്സൽ റൂൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ എഴുതുന്ന സമയത്ത്, അതായത് സയൻറ്റിഫിക് നെയിം എഴുതുന്ന സമയത്ത് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫസ്റ്റ് വേർഡിലെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലിലാണ് തുടങ്ങേണ്ടത്. പിന്നീട് മൊത്തം സ്മോൾ ലെറ്ററാണ്. അതായത് സെക്കൻഡ് വേർഡായിട്ടുള്ള സ്പീഷീസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വേർഡും സ്മോളാണ്, അത് സ്റ്റാർട്ട് ചെയ്യേണ്ട സ്മോളാണ്, മൊത്തം സ്മോളിലാണ് എഴുതേണ്ടത്. അങ്ങനെ ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു എക്സാമ്പിളാണ് മാഞ്ചിഫെറ ഇൻഡിക്ക. ഇനി നമുക്കിതിൽ ഓതറിൻ്റെ പേര് അപ്പിയർ ചെയ്യുന്നുണ്ടെങ്കിൽ സ്പീഷീസിൻ്റെ, അതായത് സ്പെസിഫിക് എപ്പിത്തറ്റിൻ്റെ അപ്പുറത്തായിട്ട് ലാസ്റ്റിൽ എൻഡിൽ നമ്മൾ ഒരു അബ്രിവേറ്റഡ് ഫോമിൽ അത് റെപ്രസെൻറ്റ് ചെയ്യും. അതിനൊരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നതാണ് ഈ മാഞ്ചിഫെറ ഇൻഡിക്ക തന്നെയാണ്. മാഞ്ചിഫെറ ഇൻഡിക്ക ലിൻ, അതായത് LINN. ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ സ്പീഷീസ് ഫസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്ത ലീനേഴ്സിൻ്റെ നെയിമാണ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ടാക്സോണമിക് കാറ്റഗറീസ്. ടാക്സോണമിക് കാറ്റഗറീസ് എന്താണെന്ന് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഈസ് എ നോട്ട് സിംഗിൾ സ്റ്റെപ്പ് ബട്ട് ഇൻവോൾവ്സ് hierarchy of steps in which each step represents a rank or category. Since the category is a part of overall taxonomic arrangement, it is called taxonomic category, or all the categories together constitute a taxonomic hierarchy. അതായത് ഈ ക്ലാസിഫിക്കേഷൻ്റെ സമയത്ത് ഓരോ സ്റ്റെപ്പിലും നമ്മൾ ഓരോ റാങ്കായി തിരിച്ചിട്ടുണ്ട്. ഇങ്ങനെ റാങ്കിങ് ചെയ്യുന്നത് ഓരോ സ്റ്റെപ്പിനും നമ്മൾ ആ ടാക്സോണമിക്കിൻ്റെ വോൾ അറേഞ്ച്മെൻറ്റിലെ ഒരു പാർട്ടാണ്. അങ്ങനെ ഉണ്ടാകുന്ന ഈ ഒരു അറേഞ്ച്മെൻറ്റ്, അതായത് ഈ ഒരു ടാക്സോണമിക് അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ ടാക്സോണമിക് കാറ്റഗറീസ് എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാ കാറ്റഗറീസും ടുഗദർ ആയാലും നമ്മൾ ടാക്സോണമിക് ഹൈറാർക്കി എന്നും പറയും. പിന്നെ ഈ ടാക്സോണമിക് സ്റ്റഡീസ് എല്ലാ ഓർഗൻസിൻ്റെ ഡെവലപ്മെൻറ്റും കോമൺ കാറ്റഗറീസും എല്ലാം അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ അവരെ ഗ്രൂപ്പിംഗ് ചെയ്യുക. ഓരോ കാറ്റഗറിക്കും അവരെ റെഫർ ചെയ്യുന്ന ഒരു യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരിക്കും. അതിലൊരു ഫാക്റ്റാണ് ഒരു റാങ്ക് അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ടാക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടാക്സോൺ എന്നുള്ളത്. ടാക്സോണമിക് കാറ്റഗറീസിനെ ഒരു ഹൈറാർക്കിക്കൽ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് നമ്മൾ സ്പീഷീസിൽ നിന്ന് തുടങ്ങി കിങ്ഡം വരെയാണ്. ഓർഡറിൽ നമ്മൾ അസെൻഡിങ് ആയിട്ട് പറയുകയാണെങ്കിൽ സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ഓർ ഡിവിഷൻ ആൻഡ് അറ്റ് ലാസ്റ്റ് കിങ്ഡം. ഇനി ഇതിൽ ഓരോ ടാക്സോണമിക് കാറ്റഗറീസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെയാണ് സ്പീഷീസ്. സ്പീഷീസ് എന്ന് പറയുന്നത് ലോവസ്റ്റ് അല്ലെങ്കിൽ ബേസിക് യൂണിറ്റാണ് ടാക്സോണമിക് ഹൈറാർക്കിയിലെ. ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിനാണ് നമ്മളൊരു സ്പീഷീസിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതായത് ഡിസ്റ്റിങ്, അതായത് അവർക്ക് ഒരു ഡിസ്റ്റിങ് പ്രോപ്പർട്ടി ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന മാഞ്ചിഫെറ ഇൻഡിക്കയും സോളാനം ട്യൂബറോസുമാണ്. പിന്നെ പാന്തറ ലിയോ. ഇതിൽ എല്ലാത്തിലും ഈ ഇൻഡിക്ക, ട്യൂബറോസം, ലിയോ ഇതൊക്കെയാണ് അവരെ സ്പെസിഫിക് എപ്പിത്തറ്റ്, അതായത് സ്പീഷീസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓരോ ജീനസിനും ഒന്നിൽ കൂടുതൽ സ്പീഷീസ് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടാവാം, കാരണം അവർക്കെല്ലാം മോർഫോളജിക്കലായിട്ട് സിമിലാരിറ്റീസ് ഉണ്ടാവും. പിന്നെ പറയുന്നതാണ് ജീനസ്. സ്പീഷീസിനെ എല്ലാം സിമിലർ ആയിട്ടുള്ള, അതായത് സ്പീഷീസ് തമ്മിൽ റിലേഷൻ ഉള്ളത്.
റിലേറ്റഡ് സ്പീഷീസിനെ ഒരു ഗ്രൂപ്പ് ആക്കുകയാണെങ്കിൽ ആ ഗ്രൂപ്പിനെയാണ് നമ്മൾ ജീനസ് എന്ന് പറയുക. അതിന് എക്സാമ്പിളാണ് ഇവിടെ പൊട്ടാറ്റോ, ടൊമാറ്റോ, ബ്രിഞ്ചൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് മൂന്നും 3 ഡിഫറെൻറ്റ് സ്പീഷീസാണ്. പക്ഷേ ഒരു ജീനസിലാണ് ഉൾപ്പെടുന്നത്. സൊളാനം എന്നുള്ള ജീനസിലാണ് അവർ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫെലിസ് ഇൻക്ലൂഡ് ചെയ്യുന്നത് എല്ലാം കാറ്റിൻ്റെ ഇതിലാണ്. പിന്നെ അതേപോലെ തന്നെ പറയുന്നതാണ് ലിയോ, അതായത് ലയണിൻ്റെ കാര്യത്തിലുള്ള എല്ലാതും പാന്തറ എന്നുള്ള ലയൺ, ലിയോപാഡ്, ടൈഗർ എല്ലാം പാന്തറ എന്നുള്ള ഒരു നെയിമിലാണ് ഇവിടെ നമ്മൾ നോൺ ആക്കിയിരിക്കുന്നത്. നെക്സ്റ്റ് ടാക്സോണമിക് കാറ്റഗറിയാണ് ഫാമിലി. ഫാമിലി എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ജനറയാണ്. അവർക്ക് ലെസ് നമ്പർ ഓഫ് സിമിലാരിറ്റീസ് ആയിരിക്കും ജീനസിനെയും സ്പീഷീസിനെയും കമ്പയർ ചെയ്യുമ്പോൾ. അതിന് എക്സാമ്പിളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതായത് സൊളാനം, പെറ്റൂണിയ, ഡെറ്റൂറിയ എന്നൊക്കെ പറയുന്നത് ഡിഫറെൻറ്റ് ജനറസാണ്. പക്ഷെ അവർ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു സെയിം ഫാമിലിയിലാണ്, സൊളനേസിയ. പിന്നെ ആനിമൽസിൽ വരുന്ന 2 ഫാമിലീസാണ്, ഫെലിഡേയും കാനിഡേയും. നെക്സ്റ്റ് ടാക്സോണമിക് കാറ്റഗറിയാണ് ഓർഡർ. ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ഫാമിലീസ് ആണ് നമ്മൾ ഓർഡറിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതിന് എക്സാമ്പിളാണ് ഓർഡർ പോളിമോണിയൽസും പ്ലാന്റ്സും, ആനിമൽസിൽ ഓർഡർ കാർണിവോറയും. അടുത്ത ടാക്സോണമിക് കാറ്റഗറിയാണ് ക്ലാസ്. ഇറ്റ് ഈസ് ദ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ഓർഡേഴ്സ് ഹാവിങ് സം കോമൺ ക്യാരക്ടേഴ്സ്. കുറച്ച് കോമൺ ക്യാരക്ടേഴ്സ് ഉള്ള ഓർഡേഴ്സിൻ്റെ ഗ്രൂപ്പിനെയാണ് നമ്മൾ ക്ലാസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ഓർഡർ പ്രൈമാറ്റ, അതിലുള്ളത് മങ്കി, ഗൊറില്ല, ഗിബൺ. ഇവരൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്ന ക്ലാസ് മെമേലിയാണ്. അതിൻ്റെ കൂടെ തന്നെ ഓർഡർ കാർണിവോറ ഇൻക്ലൂഡ് ടൈഗർ, കാറ്റ്, ഡോഗ്. പിന്നെ മെമേലിയ ക്ലാസ്സിൽ വേറെ അതർ ഓർഡേഴ്സും ഉണ്ട്. അടുത്ത കാറ്റഗറിയാണ് ഫൈലം. ഫൈലം എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ക്ലാസ് ആണ്. അവർക്കും കുറച്ച് കോമൺ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. പ്ലാന്റ്സിൻ്റെ കേസിൽ ഫൈലം അറിയപ്പെടുന്നത് ഡിവിഷൻ എന്നാണ്. അതായത് ഫൈലം എന്ന് ഉപയോഗിക്കാതെ പ്ലാന്റ്സിൻ്റെ കേസാണെങ്കിൽ നമ്മൾ ഡിവിഷൻ ആണ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് ഹയസ്റ്റ് ടാക്സോണമിക് കാറ്റഗറിയാണ് കിങ്ഡം. എല്ലാ ഫൈലത്തിലുള്ള ആനിമൽസും ബിലോങ് ചെയ്യുന്നത് ഹയസ്റ്റ് കാറ്റഗറി കിങ്ഡം ആനിമേലിയയിലാണ്. അതേപോലെ തന്നെ എല്ലാ ഡിവിഷൻസിലുള്ള പ്ലാന്റ്സ് ബിലോങ് ചെയ്യുന്ന ഹയസ്റ്റ് കാറ്റഗറി കിങ്ഡം പ്ലാന്റ് ആണ്. ആസ് വി ഗോ ഹയർ ഫ്രം സ്പീഷീസ് ടു കിങ്ഡം, നമ്പർ ഓഫ് കോമൺ ക്യാരക്ടർ ഈസ് ഡിക്രീസിങ്. അതായത് സ്പീഷീസിന് കിങ്ഡത്തേക്ക് വരുമ്പോൾ അവരുടെ കോമൺ കാറ്റഗറീസ് ഓർഗാനിസംസും തമ്മിലുള്ള കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഡിക്രീസ് ചെയ്യും. ഇത്രയാണ് ടാക്സോണമിക് കാറ്റഗറീസിനെ കുറിച്ച് പറയുന്നത്. അതിന് നമ്മൾ ഒരു എക്സാമ്പിളായിട്ട് ഹ്യൂമൻ്റെ കേസിലും ആൻജിഫെറ ഇൻഡിക്ക മാംഗോൻ്റെ കേസിലും വീറ്റിൻ്റെ കേസിലുമെല്ലാം ഉള്ളൊരു അറേഞ്ച്മെൻറ്റ് ഒരു ടേബിളായിട്ടാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി പറയുന്ന ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ടാക്സോണമിക് എയ്ഡ്സ്. അപ്പോൾ അതിൽ മെയിനായിട്ട് പറയുന്ന ടാക്സോണമിക് എയ്ഡ്സ് ഹെർബേറിയം, ബൊട്ടാനിക്കൽ ഗാർഡൻ, മ്യൂസിയം, സുവോളജിക്കൽ പാർക്ക്, കീ. ടാക്സോണമിക് എയ്ഡ്സിൽ ഫസ്റ്റ് ഒന്ന് ഹെർബേറിയം നമുക്ക് നോക്കാം. Herbarium is a storehouse of collected plant specimens that are dried, pressed and preserved on sheets. അതായത് നമ്മൾ സ്പെസിമെൻസ് കളക്ട് ചെയ്തിട്ട് അത് ഡ്രൈ ചെയ്ത് പ്രസ് ചെയ്ത് ഷീറ്റ്സിൽ പ്രിസർവ് ചെയ്യുന്നതാണ് ഹെർബേറിയം എന്ന് പറയുന്നത്. അങ്ങനെ കളക്ട് ചെയ്തിട്ട് നമ്മൾ പ്രിസർവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഷീറ്റ്സ് നമ്മൾ ഹെർബേറിയം ഷീറ്റ്സ് എന്നും പറയാറുണ്ട്. പിന്നീട് ഈ ഷീറ്റ്സ് എല്ലാം യൂണിവേഴ്സലി അക്സെപ്റ്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ സിസ്റ്റം പ്രകാരം നമ്മൾ അറേഞ്ച് ചെയ്യും. അങ്ങനെ സ്പെസിമെൻസ്, ഈ കളക്റ്റഡ് സ്പെസിമെൻസ് വിത്ത് ദെയർ ഡിസ്ക്രിപ്ഷനോട് കൂടിയുള്ള ഈ സ്പെസിമെൻസ് നമ്മൾ ഫ്യൂച്ചറിലേക്കുള്ള യൂസിന് വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഈ ഹെർബേറിയം ഷീറ്റിൽ നമ്മൾ അത് സ്പെസിമെൻ ഏത് സ്പെസിമെനാണോ അത് കളക്ട് ചെയ്ത ഡേറ്റും പ്ലേസും എല്ലാം ലേബൽ ചെയ്യും. കൂടാതെ ആ സ്പീഷീസിൻ്റെ ലോക്കൽ നെയിമും ഇംഗ്ലീഷ് നെയിമും ബൊട്ടാനിക്കൽ നെയിമും ഫാമിലിയും കളക്ടേഴ്സിൻ്റെ നെയിമെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ശരിക്കും ഈ ഹെർബേറിയം എന്ന് പറഞ്ഞാൽ ക്വിക്ക് റെഫറൽ സിസ്റ്റം ഇൻ ടാക്സോണമിക്കൽ സ്റ്റഡീസ് എന്നാണ് പറയുന്നത്. അതായത് പെട്ടെന്നായിട്ട് ടാക്സോണമിക്കൽ സ്റ്റഡീസിൽ ഉപയോഗിക്കുന്ന ഒരു റെഫറലാണ് ഹെർബേറിയം. ഇനി നെക്സ്റ്റ് ടാക്സോണമിക്കൽ എയ്ഡ് നോക്കാം. അതാണ് ബൊട്ടാനിക്കൽ ഗാർഡൻ. ബൊട്ടാനിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞാൽ ലിവിങ് പ്ലാന്റ്സിൻ്റെ കളക്ഷൻ ഉള്ളതാണ്. ആ ഗാർഡനിൽ പ്ലാന്റ് സ്പീഷീസ് നമ്മൾ ഗ്രോ ചെയ്യും. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ലേബൽ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ബൊട്ടാനിക്കൽ നെയിമും ഫാമിലിയും ഒക്കെ നമ്മൾ ലേബൽ ചെയ്തിട്ടുണ്ടാവും. ഫേമസ് ആയിട്ടുള്ള കുറച്ച് ബൊട്ടാനിക്കൽ ഗാർഡനാണ് ഇംഗ്ലണ്ടിൽ കീ, ഇന്ത്യൻ ബൊട്ടാനിക്കൽ ഗാർഡൻ ഹൗറ, നാഷണൽ ബൊട്ടാനിക്കൽ ഗാർഡൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്നൗ എന്നിവ. പിന്നെ എന്നത് മ്യൂസിയത്തിനെ കുറിച്ചാണ്. മ്യൂസിയമാണ് അടുത്ത ടാക്സോണമിക്കൽ എയ്ഡ്. മ്യൂസിയം എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് പ്രിസർവ്ഡ് പ്ലാന്റ് ആൻഡ് ആനിമൽ സ്പെസിമെൻസ് ഫോർ സ്റ്റഡി ആൻഡ് റെഫറൻസ്. സ്റ്റഡിക്കും റെഫറൻസിന് വേണ്ടിയിട്ട് പ്ലാന്റ് അല്ലെങ്കിൽ ആനിമൽ സ്പെസിമെൻസ് പ്രിസർവ് ചെയ്തിട്ടുണ്ടാവും മ്യൂസിയത്തിൽ. അവർ പ്രിസർവ് ചെയ്യുക വലിയ കണ്ടെയ്നർ അല്ലെങ്കിൽ ജാറിലൊക്കെയാണ്. അതിൽ പ്രിസർവേറ്റീവ് സൊല്യൂഷൻസ് ഉണ്ടാവും. ഇവർ നമ്മൾ ഡ്രൈ ചെയ്തിട്ടും പ്രിസർവ് ചെയ്യും. ലാർജ് ആനിമൽസ് ആണ് യൂഷ്വലി സ്റ്റഫ് ആൻഡ് പ്രിസർവ്ഡ്.
ടാക്സോണമിക്കൽ എയ്ഡാണ് സുവോളജിക്കൽ പാർക്ക്. നമ്മൾ സൂ എന്ന് പറയുന്നത്. ദീസ് ആർ ദ പ്ലേസസ് വെർ വൈൽഡ് ആനിമൽസ് ആർ കെപ്റ്റ് ഇൻ പ്രൊട്ടക്റ്റഡ് എൻവയോൺമെൻറ്റ് അണ്ടർ ഹ്യൂമൻ കെയർ ആൻഡ് വിച്ച് എനേബിൾ അസ് ടു ലേൺ അബൌട്ട് ദെയർ ഫുഡ് ഹാബിറ്റ്സ് ആൻഡ് ബിഹേവിയർ. അതായത് വൈൽഡ് ആനിമൽസിനെ വേറൊരു പുറത്തെ എൻവയോൺമെൻറ്റിൽ ഹ്യൂമൻ കെയറിൽ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. അത് നമുക്ക് ആ ആനിമൽസിൻ്റെ ഫുഡ് ഹാബിറ്റും ബിഹേവിയറൊക്കെ സ്റ്റഡി ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ലാസ്റ്റായിട്ട് വരുന്ന മേജറായിട്ടുള്ള ടാക്സോണമിക് എയ്ഡാണ് കീ. കീസ് and the taxonomic aid used for identification of plants and animals based on the similarities and dissimilarities. പ്ലാന്റ്സിനെയും ആനിമൽസിനെയും ഓരോ സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും ബേസ് ചെയ്തിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടാക്സോണമിക് എയ്ഡാണ് കീ. കീയിലെ ഓരോ സ്റ്റേറ്റ്മെൻറ്റിനും ലീഡ് എന്ന് പറയുക. കീസ് ആർ ബേസ്ഡ് ഓൺ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ജനറലി ഇൻ എ പെയർ കാൾഡ് കപ്ലെറ്റ്. ഈ കീയിലെ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സിന് ഒരു പെയറായിട്ട് നമ്മൾ കപ്ലെറ്റ് എന്ന് പറയും. അത് റെപ്രസെൻറ്റ് ചെയ്യുന്ന രണ്ട് ഓപ്പോസിറ്റ് ഓപ്ഷൻസിനെയായിരിക്കും. പിന്നെ ടാക്സോണമിക് കീൻ്റെ അടുത്തൊരു പോയിൻ്റാണ് സെപ്പറേറ്റ് ടാക്സോണമിക് കീസ് ആർ റിക്വയർഡ് ഫോർ ഈച്ച് ടാക്സോണമിക് കാറ്റഗറി സച്ച് ആസ് ഫാമിലി, ജീനസ് ആൻഡ് സ്പീഷീസ് ഫോർ ഐഡൻറ്റിഫിക്കേഷൻ പർപ്പസസ്. ഓരോ ടാക്സോണമിക് കാറ്റഗറീസിനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള കീ യൂസ് ചെയ്യണം. കീസ് ആർ ജനറലി അനലറ്റിക്കൽ ഇൻ നേച്ചർ. കീസിൻ്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ മേജറി അനലറ്റിക്കലാണ്. പിന്നെ പറയുന്ന ടോപ്പിക്കാണ് അതർ ടാക്സോണമിക് എയ്ഡ്സ്. ഇതൊന്നും അല്ലാതെ വേറെയും കുറച്ച് ടാക്സോണമിക്കൽ എയ്ഡ്സ് ഉണ്ട്. ഫ്ലോറ, മാനുവൽസ്, മോണോഗ്രാഫ്, കാറ്റലോഗാണ് അതൊക്കെ. ഫ്ലോറ എന്ന് പറയുന്നത് പ്ലാന്റ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ പറയുന്നൊരു ടാക്സോണമിക്കൽ എയ്ഡാണ്. ഇത് നമുക്ക് പ്ലാന്റ് സ്പീഷീസിനെ കുറിച്ചുള്ള ഒരു ഇൻഡെക്സ്, ഒരു പർട്ടിക്കുലർ ഏരിയയിലെ പ്ലാന്റ് സ്പീഷീസിനെ കുറിച്ചുള്ള ഇൻഡെക്സ് തരും. പിന്നെ മാനുവൽസ് ഈസ് യൂസ്ഫുൾ ഫോർ പ്രൊവൈഡിങ് ഇൻഫർമേഷൻ ഫോർ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് നെയിംസ് ഓഫ് സ്പീഷീസ് ഫൗണ്ട് ഇൻ ആൻ ഏരിയ. ഒരു ഏരിയയിൽ ഫൗണ്ട് ചെയ്തിരിക്കുന്ന ചില യൂസ്ഫുൾ ആയിട്ടുള്ള ഐഡൻറ്റിഫിക്കേഷൻ നമ്മൾക്ക് സ്പീഷീസിനെ കുറിച്ച് ലഭിക്കും. മോണോഗ്രാഫ് കണ്ടെയ്ൻ ഇൻഫർമേഷൻ ഓഫ് എനി വൺ ടാക്സോൺ. ഏതെങ്കിലും ഒരു ടാക്സോണിൻ്റെ ഇൻഫർമേഷനാണ് മോണോഗ്രാഫിൽ ഉണ്ടാവുക. കാറ്റലോഗ് തന്നെ ഒരു ലിസ്റ്റാണ്. അതിൽ ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള എല്ലാ സ്പീഷീസിൻ്റെയും ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പറയുന്നത്.